അപ്പൊ ബിന്ദു, നമസ്തേ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ആ തിരുമേനിയുടെ അഡ്വൈസ് പ്രകാരം എന്തോ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞോളൂ. അപ്പൊ തിരുമേനിയുടെ അടുത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ തിരുമേനിയുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ടാ പോന്ന. തിരുമേനി, ഞാൻ എന്ത് എനിക്ക് ഇത് വന്നാലും ഞാൻ തിരുമേനീനെ വിളിക്കൂ കേട്ടോ, അന്നേരം ഒന്ന് ഫോൺ എടുക്കണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി പറഞ്ഞു എടുത്തോളാം. എന്നുവെച്ചാൽ മറ്റേ പുള്ളീനെ വിളിച്ചാൽ പുള്ളി എടുക്കുകയില്ല, ഒരു ചെറുപ്പക്കാരനെ, ഒരു 40 വയസ്സ് താഴെയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഇത്രയും കാലം നടന്നിട്ട് എനിക്ക് ഇതിന്റെ എന്താണ് എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. തിരുമേനി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോ എടുക്കണോട്ടോ എന്ന് പറഞ്ഞു. എടുക്കാന്ന് പറഞ്ഞു. ഞാൻ 3-ാം ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോ തിരുമേനി എടുത്തു. ആ കോള് ചെല്ലണ്ട താമസം 2 ബെല്ലടിച്ചപ്പോ തന്നെ തിരുമേനി എടുത്തു. തിരുമേനി എടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ചേച്ചി പറയാനുള്ള, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, തിരുമേനി പറഞ്ഞ മാതിരി എനിക്കൊരു അനുഭവം ഉണ്ടായി, ഇന്നതാ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്ക് അങ്ങ് അത്ഭുതമായി പോയി. പുള്ളി പറഞ്ഞു, ഇത് എന്തത്ര പെട്ടെന്ന് സാധിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്താന്ന് എനിക്കറിയില്ലല്ലോ. തിരുമേനി പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു, ഇതാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. പക്ഷെ എന്റെ പുറകില് നടുവിന്റെ അവിടെ ഒരു ഭാരം മാതിരി ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഈ തിരുമേനിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ തിരുമേനി ഒന്ന് മറുപടി ഇത് ഇത്രയും പറഞ്ഞിട്ട് വെച്ചു, ഇനി അങ്ങനെ തന്നെ ചെയ്തോണ്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് വെച്ചല്ലോ. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹനുമാൻ സ്വാമി ഉണ്ട്. പിന്നെ അത്ഭുതം ഉണ്ടായതെന്ന് വെച്ചാൽ മെഡിറ്റേഷനിൽ ഇരിക്കണ മാതിരി ഇരിക്കാൻ പറഞ്ഞു. സ്ട്രെയിറ്റ് ആയിട്ട് എന്നോട് ഇരുന്ന് ലളിത സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞു. ജപിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചിരുന്ന് ജപിച്ചുകൊണ്ടിരുന്നപ്പോ ഇടിമിന്നല് പോലെ ഭയങ്കര ഗോൾഡൻ കളറിലുള്ള വെളിച്ചം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? എന്റെ നെറുകയിൽ നിന്ന് ശരീരം മുഴുവൻ വ്യാപിച്ചു. എന്നുവെച്ചാൽ കരണ്ട് അടിക്കുന്ന മാതിരി ആയിപ്പോയി എനിക്കത്, ആ അവസ്ഥ. അപ്പൊ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി അങ്ങനെ തന്നെ നാമം ജപിക്കാൻ പറഞ്ഞു. ഞാൻ നാമം ജപിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. എന്നിട്ട് ഞാനിത് ഈ അനുഭവം ചെന്ന് ഞാൻ ആ ഹനുമാൻ കോവിലിൽ ചെന്ന സ്വാമിയെ അടുത്ത് തൊഴാൻ ചെന്നു. ഞാൻ അവിടെ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പൊ അവിടെ ചെന്ന് തൊഴുത്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ തിരുമേനി സ്വാമി എൻ്റെ അടുത്ത് ചോദിച്ചു, ഒത്തിരി കാലമായിട്ടോ ഇവിടെ കണ്ടിട്ട് എന്തിയെ മോള് ഇപ്പൊ വരാത്ത എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു, അതുകൊണ്ട് സ്വാമി എനിക്ക് വരാൻ പറ്റാതെ ഇരുന്ന് ഇപ്പൊ അതൊക്കെ കുറഞ്ഞു, അതാണ് ഇറങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, അതും ഇതുപോലെ പറയുന്നയാളാ, ഈ തേടൈ ഇക്കടെ പറയുന്നയാളാ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത് വന്ന് നിന്നേന്ന് പറഞ്ഞു. അതായത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അടുത്തുനിന്ന് ഇച്ചിരോടെ സ്വാമി മാറി നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഇച്ചിരി അടുത്ത് വന്ന് നിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, മോള് ഇച്ചിരി അകന്ന് നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തെന്ന് ചോദിച്ചോ പറഞ്ഞു, എനിക്ക് എനർജി താങ്ങാൻ പറ്റണിയില്ലാന്ന് പറഞ്ഞു. താങ്ങാൻ പറ്റണിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ സ്വാമി എന്ന് ചോദിച്ചോ പറഞ്ഞു, അതേ മോളില് ഭയങ്കരമായിട്ട് എനർജി ഉണ്ട് കേട്ടോ, അനുഭവപ്പെടുവന്നു. ഞാൻ ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണം. അപ്പൊ എന്നിട്ട് എന്നോടത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് ഇന്നോലെ എനിക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാ പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഇങ്ങനെ നടുവിന് ഇങ്ങനെ ഒരു ഭാരം മാതിരി ഉണ്ട്, അതിന് എന്താ ചെയ്യണേന്ന് വെച്ചപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും നടക്കാനില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ, ദിവസവും എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അവിടെ ചെല്ലണം, കല്യാണത്തിന് മുമ്പ് മുതൽ അവിടെ ചെല്ലണം, എൻ്റെ അച്ഛനെയൊക്കെ അറിയാവുന്നതാ. അപ്പൊ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ, 10, 85, 90 വയസ്സിന്റെ അടുത്തുള്ള സ്വാമിയാന്ന് ഓർക്കണം. അപ്പൊ എന്റെ ഒരു 7 ദിവസം അടുപ്പിച്ച് ഇവിടെ വാ, ഞാനത് ശരിയാക്കി ഇതാക്കി വിടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേറെ ആരോടും ചോദിക്കാൻ പോയില്ല. അത് കേട്ടിട്ട് വന്നിട്ട് തിരിച്ച് ഞാൻ വരാട്ടോ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ തിരുമേനീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാന് തിരുമേനി ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്വാമി എടുത്തിരിക്കുന്നു, എനിക്ക് ആ ചക്രങ്ങള് ഇത് ആക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ബാലൻസ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോകണോ വേണ്ടിയോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് ഈ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ഹിമാലയത്തിലുള്ള സന്യാസിമാര് ഒക്കെ 6
ബാലൻസ് എനർജി ബാലൻസ് ചെയ്തിട്ടാ അവരൊക്കെ ജീവിക്കണേന്ന് ചോദിച്ചു അവരൊക്കെ എന്നോട്. ജീവിക്കുന്ന ആ അപ്പൊ അവർക്ക് ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ എന്ന് ചോദിച്ചു എന്നോട്. അമ്മ എന്റെ അഭിപ്രായ പ്രകാരം അമ്മ എങ്ങും പോവണ്ട, അമ്മ എന്നുള്ള സഹസ്രനാമം മാത്രം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നോട്. അത് മുടങ്ങാതെ വായിച്ചോളാൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ എൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഞാൻ പോയോ ഒന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ ജപിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും എനർജി കിട്ടി. എനിക്ക് തന്നെ അറിയാം ഈ നടുവിന്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഓരോന്ന് കയറുന്നത് എനിക്കറിയാം. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് കയറി വന്ന് പിന്നെ എൻ്റെ ഇവിടെ ഈ ഹാർട്ട് ചക്രയുടെ അവിടെ ബ്ലോക്കായി. അപ്പം മുതൽ എനിക്ക് ടെൻഷനായി, ബുദ്ധിമുട്ടൊക്കെ ആയി എനിക്ക്. അപ്പോഴും ഞാൻ അമ്പലം വഴി പോവും. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പോസിറ്റീവ് ഉള്ള അമ്പലങ്ങൾ എനിക്കറിയാം ഇവിടെ അടുത്തുള്ളത്. അവിടെ ഞാൻ പോയി ഇരിക്കും കുറച്ചു നേരം, 10-15 മിനിറ്റ് നേരം ഇരിക്കുമ്പോൾ എനിക്കത് ഒരു ഇതായിട്ട് വരും. അങ്ങനെയായിരുന്നു ഞാനത് ബാലൻസ് ചെയ്ത്. അപ്പൊ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയില്ല കേട്ടോ. അങ്ങനെ ആ അവസ്ഥ വരെ എത്തിയത് ഞാന്. പിന്നെ എന്നാന്ന് വെച്ചാൽ ദിവസങ്ങളും ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇപ്പോഴും. ഓരോ ദിവസവും ജപിക്കുമ്പോഴും എനിക്ക് ഓരോരോ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ മുതൽ എന്നെ ആർക്കും കാണാൻ പാടില്ല, ഇഷ്ടമല്ലാതായി. അതൊരു സമയമുണ്ട്, ആ സമയത്തിൽ അങ്ങനെ വരും. എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല, കൂട്ടുകാർക്ക് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആർക്കും നല്ലത് എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നു പറയുന്നതും എല്ലാം. പക്ഷെ ആർക്കും എന്നെ ഇഷ്ടമല്ലാതെ അപ്പം മുതൽ എനിക്ക് സങ്കടമായി. അപ്പൊ ഞാൻ എന്നാ വെച്ചാൽ ലളിത സഹസ്രനാമം എന്നാ നിർത്തിയാലോ എന്ന് ഓർത്തു. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റണില്ല. ലളിത സഹസ്രനാമം നിർത്താൻ എനിക്ക് പറ്റണില്ല. അതെന്തോ ആഹാരം കഴിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ലളിത സഹസ്രനാമം ജപിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ തേടി നടക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ആ ഒരു എക്സ്ട്രീം സ്പിരിച്വാലിറ്റിയുടെയും മെറ്റീരിയൽ ലൈഫിന്റെയും ഇടയിൽ നമ്മൾ പെട്ടുപോകും. മനസ്സിലായത്? ഇപ്പൊ ഈ ഡിറ്റാച്ച്ഡ് ആകുന്നത് ആ സ്പിരിച്വൽ ലെവലിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഇറിറ്റേറ്റ് ചെയ്യും. നമ്മളുടെ ഒരു ഓറ അവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ള ഋഷീശ്വരന്മാരൊക്കെ ഈ ഗുഹയ്ക്കകത്ത് പോയിരിക്കുന്നതും ഒക്കെ. അല്ലാതെ ഗുഹയ്ക്കകത്ത് പോയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായ? വീട് വിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ പണ്ട്? സ്പിരിച്വാലിറ്റി അവരെ നമ്മളൊരു കാഴ്ച വസ്തു, ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് എല്ലാവരും സമൂഹം കാണുന്നത്. അവര് പോവാൻ കാരണം ഇത് തന്നെയാണ്. അവർക്ക് ആ എനർജി മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. തുടർന്നോളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞല്ലോ, ഒരു സന്യാസീനെ ഗുരുവിന്റെ അടുത്തെത്തും, ഒരു മുഷിഞ്ഞ വേഷമുള്ള ആളാണ് കാണിച്ചു തരുന്നതെന്ന് എന്നോട് ആ തിരുമേനി പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അതൊന്നും എന്റെ മൈൻഡിലേക്കേ ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ അതവിടെ വിട്ടു. ഈ ഒരു സംഗതി എനിക്ക് ആ പ്രകൃതിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് ആ ഒരു ഗ്രേസ് കിട്ടിയോടുകൂടി പിന്നെ എന്റെ ആ മൈൻഡെല്ലാം മാറിപ്പോയി. അപ്പൊ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചി ഇങ്ങനെ എന്നെ വിളിക്കുവാണ്, ബിന്ദു ഞാൻ ആശ്രമത്തിൽ പോകുന്നുണ്ട്, ബിന്ദു ആശ്രമത്തിൽ വരാവോ എന്ന് ചോദിച്ചു എന്നോട്. അതായത് ശാന്തിഗിരി കരുണാകര ഗുരുവിന്റെ. ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, എന്നാ ബിന്ദു വരാത്ത? ബിന്ദു ഒരു ദിവസം എന്റെ കൂടെ കൂട്ടുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും കേട്ടോ. എനിക്കിത് ഓർമ്മയിലൊന്നും ഇല്ല. അപ്പൊ ആ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, അവിടെ വന്ന എല്ലാ ദിവസങ്ങളും ഇങ്ങനെ, അന്നൊക്കെ ഞാൻ മുട്ട കഴിക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കണേ, മീനും ഒക്കെ കഴിക്കും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അമ്പലത്തിൽ പോകാൻ പറ്റൂല, ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ ബിന്ദു അവിടെ പോകുമ്പോ ചില ദിവസങ്ങളെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യണില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി ബിന്ദു എനിക്ക് കണ്ണ് കാണില്ല ബസ്സിന്റെ ബോർഡ് വായിക്കാനായിട്ട്, അപ്പൊ എനിക്ക് കൂട്ടുവരാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അത് കേട്ടപ്പോ എനിക്ക് വിഷമായി കേട്ടോ. അതിന്റെ വേറെ ആരും ഇല്ല അതിനെ കൊണ്ടുപോവാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ വരാട്ടോ ചേച്ചി, എന്നെ സ്ഥിരം നിർബന്ധിക്കരുത് കേട്ടോ, ഞാൻ അവിടെ വരും. വന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പൊ ആ സംശയങ്ങൾ ഞാൻ ആ ചേച്ചി പോകുന്ന ആ സ്വാമി എടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബിന്ദുവിന് എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ വന്ന് സ്വാമിയോട് ചോദിക്കാൻ, സ്വാമി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചേച്ചീനെയും കൂട്ടി അവിടെ ചെല്ലുവാണ്. ചെന്ന വഴിയെ
ഈ ചേച്ചി നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു സ്വാമിയോട് ഞാനിങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ ചെന്ന വഴിയെ ഈ ചേച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞ ആളിതാട്ടോ സ്വാമി, അപ്പൊ ഈ കൊച്ചിക്കിന്ന് എന്തൊക്കെയോ ഒത്തിരി സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു, ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി എന്റെ ഇങ്ങനെ പുറമൊക്കെ ഇങ്ങനെ നടുവൊക്കെ കട്ട് കഴപ്പ് മാതിരിയാണ്, എനിക്കിങ്ങനെ ഭയങ്കര ഭാരം മാതിരി തോന്നുവാണ്, എനിക്കൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണില്ല, ജോലി വരെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ലളിത സഹസ്രനാമ ജപിക്കും. അത് ആര് പറഞ്ഞിട്ടാ ജപിച്ചേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഡോക്ടർ, അതായത് അവര് ഇത് റേറ്റ് ഇതൊക്കെ പഠിച്ചതാണ്, അപ്പൊ അത് പറഞ്ഞിട്ടാ ഞാൻ ജപിച്ചത്. അത് ഒരു ഗുരുവിന്റെ കീഴില് ഗുരുവിന്റെ അറിവോട് പറ്റുവളാർന്നു എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്കറിയില്ലല്ലോ, അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ ഞാൻ ജപിച്ചതാന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഈ ഭദ്രകാളി എന്നെ സ്വപ്നം കാണിക്കുകയും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമൊക്കെ എനിക്ക് സാധിച്ചു കിട്ടുകയൊക്കെ ചെയ്യണ്ടായിരുന്നു ഈ ലളിത സഹസ്രനാമം ജപിക്കുമ്പോ. എന്റെ ഹസ്ബൻഡും പറയും എന്നില് ഭദ്രകാളി കയറിയേക്കുവാന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ അന്ന് എനിക്കതൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ എന്നിട്ട് സ്വാമി പറഞ്ഞു, ആ ചേച്ചിയോട് പറഞ്ഞു, സുജാതാമ്മ ഈ കുട്ടീനെ എത്രയും പെട്ടെന്ന് ഗുരുവിന്റെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞു. ഗുരു തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ആശ്രമത്തിലാണല്ലോ ഗുരു ഇരിക്കുന്നത്. അപ്പൊ ഈ ചേച്ചി എന്റെ പറഞ്ഞു അതിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ അന്ന് തന്നെ ഞങ്ങളെ വിട്ടുകൂടെ കരുണാകര ഗുരുവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. കരുണാകര ഗുരുവിന്റെ ശിഷ്യ ഉണ്ടല്ലോ സാർ. ഒരു ഗുരു ഓരോ തലം ഇവര് പോകുമ്പോഴും അടുത്തടുത്ത് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അവിടെ കൊണ്ടേ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഈ ചേച്ചി അന്നേരം പിന്നെ എനിക്ക് എന്റെ ജോലിയുടെ തിരക്ക് ഒഴിഞ്ഞിട്ട് വേണമല്ലോ പോവാൻ. ഈ ചേച്ചി എപ്പോ വേണേലും പോവാൻ റെഡി, എന്നെ കൊണ്ടുപോയേ ചേച്ചിക്ക് പറ്റുള്ളൂ, അങ്ങനെയായി. അപ്പൊ ഞാനും കൂടിയിട്ട് ഒരു ദിവസം ഞങ്ങൾ രാവിലെ പോവും. ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ ഒരു ഇത്രയും ദൂരത്തിൽ യാത്ര ചെയ്യണത്. ആ ചേച്ചി ഉണ്ട് കൂടത്തില്. പക്ഷെ എനിക്ക് ഒരു പേടിയൊന്നുമില്ല, എവിടെ വേണേലും ഏത് പാതിരാത്രി വേണമെങ്കിലും പോവും. അങ്ങനത്തെ ഒരു മൈൻഡായി മാറി ഞാൻ. ആരെന്ത് പറഞ്ഞാലും പേടിയില്ല, വാതില് തുറന്നിട്ട് കിടക്കാനും പേടിയില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു മൈൻഡായി. അപ്പൊ എന്നിട്ട് ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് 3:30 മണിയായപ്പോ ഞങ്ങൾ ഇവിടുന്ന് നടന്നു പോയി സ്റ്റാൻഡിൽ പോയി ബസ് കയറി. വെളുപ്പിന് 5:30 ബസ്സിന് കയറി അവിടെ ചെന്ന് വെഞ്ഞാറമൂട്ട് ചെന്നിട്ട് ആശ്രമത്തിന്റെ വാതൊക്കെ ആ ചവിട്ടുപടി കയറിയപ്പോ മുതൽ എന്റെ മേല് മുഴുവൻ ഇങ്ങനെ ഒരു കരണ്ടടിക്കുന്ന അവസ്ഥയുണ്ടായി എനിക്ക്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ചേച്ചിയോട്, ചേച്ചി ഇവിടെ എന്നതാ ഇതെന്നെ എന്നാ പോസിറ്റീവാ ഇവിടെ എന്ന് പറഞ്ഞപ്പോ ചേച്ചി മിണ്ടിയില്ല, ചിരിച്ചു. ചേച്ചിക്കൊക്കെ അനുഭവം ഉള്ളതാണല്ലോ അത്. എന്നിട്ട് ഞങ്ങള് അതുവഴി പോയി റൂമൊക്കെ എടുത്ത് കുളിച്ച് റെഡിയായി വന്ന് അവിടെ പുറത്തൊരു സ്വാമി ഉണ്ട്, നമ്മൾ അതിനെ കണ്ടിട്ട് ആദ്യം കയറുന്നത് അകത്ത്. അവിടെ സ്വാമീനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ സ്വാമിക്ക് മനസ്സിലായി. എന്റെ അടുത്ത് ചോദിച്ചു, ഇത് ആരോട് ചോദിച്ചിട്ടാ ഈ ആവശ്യമില്ലാത്ത മന്ത്രമൊക്കെ പഠിച്ചു വെച്ചേന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പറയണേക്ക് മുമ്പ് തന്നെ പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ജപിച്ച സ്വാമി, എനിക്കത് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ജപിച്ചു എന്ന് പറഞ്ഞപ്പോ കണ്ട ഭദ്രകാളീനെയൊക്കെ അല്ലേ വിളിച്ചു വരുത്തി വെച്ചേക്കണ, പിന്നെ എങ്ങനെയാ പേടിയും ഇതൊക്കെ ഉണ്ടാവാതിരിക്കണേന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുക. അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു, ഇനി അമ്മ സംസാരിക്കണത് പിന്നെ നമ്മളെല്ലാരും അമ്മ എന്നാ വിളിക്കുന്ന സ്വാമിമാര്. അപ്പൊ സംസാരിക്കുന്ന പിന്നെ മതി, ആരാധന അതായത് ദീപാരാധനയുടെ സമയമായി, അത് പോയി കൂടാൻ പറഞ്ഞു. അപ്പൊ 6 മണിയുടെയും കൂടി 7 മണിയുടെയും കൂടി 8 മണിയുടെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ സ്വാമീനെ കാണാൻ ചെന്ന് പറഞ്ഞു, നാളെ രാവിലെ വന്നാൽ നമുക്ക് സംസാരിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പ്രസാദം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി കിടന്നു. റൂമിൽ പോയി കിടക്കാൻ കുളിച്ച് മെഡിറ്റേഷനൊക്കെ ഞാൻ ഇരുന്നു, എന്നും ഇരിക്കണ പോലെ മെഡിറ്റേഷനൊക്കെ ഇരുന്നിട്ട് ആ ചേച്ചിയും കിടന്നു, ഞാനും കിടന്നു. ഒരു കിടക്കാൻ നോക്കിയിട്ട് ഉറങ്ങാനേ പറ്റണില്ല. എന്ത് ചെയ്ത ഈ പറഞ്ഞ മാതിരി നമുക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുവാണോ, ടോയ്ലറ്റിൽ പോകാൻ തോന്നുവാണോ, ഇതൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. റൂമിലിരിക്കാൻ പറ്റണില്ല എനിക്ക്. റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുക. ഈ ചേച്ചിക്ക് പേടിയാ. ചേച്ചി പറയണത് വാതില് തുറക്കല്ലേ. ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിടവും പോവില്ല ചേച്ചി, പേടിക്കണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആ പാസാജിക്കടെ നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ലാസ്റ്റ് ഞാൻ റൂമിൽ കയറി.
റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് തല കറങ്ങുവാണോ, എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അപ്പൊ ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് പേടിയാവോ? തന്നെയല്ലേ ഉള്ളൂ, ചേച്ചി പേടിക്കണ്ട, എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ചേച്ചി പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയോട് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റിൽ കയറി. ഒരിക്കലും ഉണ്ടാവാത്ത മാതിരി എന്റെ വയറ്റീന്ന് നിറച്ച് എന്തോരം, അതെന്നാ വെച്ചാൽ അത്ഭുതമായി പോയി. അതുപോലെ മോഷൻ, എന്തുമാത്രം മോഷനും പോയി. യൂറിൻ എന്ന് പറഞ്ഞാൽ നിൽക്കൂല, അതുപോലെ യൂറിനും പോയി മോഷനും പോയി. ഞാൻ ഫുള്ള് കാലിയായി, ഒരു സംഗതി ഇല്ല എന്നില്. അന്നേരം മുതൽ എനിക്ക് ഹാപ്പിയായി. അതുവരെ ഉണ്ടായിരുന്ന ടെൻഷനും സ്ട്രെസ്സും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യ ബിന്ദു, ഗുരുവിനെ പ്രാർത്ഥിച്ച് കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്ന അറിയാതെ ബോധം പോയി ഞാൻ വേറൊരു ലോകാ ഞാൻ കാണുന്നത്. എന്റെ ഈ നെറ്റിയുടെ ഭാഗം ഫുള്ള് ഇങ്ങനെ തുറന്ന് കിടക്കുക. അവിടെ ഒന്നുമില്ല, അതിക്കടെ ഞാൻ കാണുന്നത്. അതിക്കടെ ഇങ്ങനെ സിനിമ കാണുന്ന പോലെ ഓരോ റീല് പോലെ ഓരോ സ്ഥലങ്ങള്, ഓരോ പ്രകൃതി ആയിട്ടുള്ള സ്ഥലങ്ങള്, തീ, പുഴ, വെള്ളം, മനുഷ്യര്, ഇങ്ങനെ ഒത്തിരി ഞാൻ കണ്ടു. ഒത്തിരി സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധം ഉണ്ടോന്ന് ചോദിച്ചാൽ ബോധമുണ്ട്, ഉറങ്ങുവാണോന്ന് ചോദിച്ചാൽ ഉറങ്ങുമല്ല, വേറൊരു ലെവലായി പോയി അത്. അങ്ങനെ ഞാൻ വെളുപ്പാങ്കാലം വരെ അങ്ങനെ കണ്ടു. എപ്പോഴാ ഞാൻ ഉറങ്ങിപ്പോയത്, എണീറ്റ് കഴിഞ്ഞപ്പോ വേറൊരു മനുഷ്യനായി, വേറൊരു മൈൻഡാ എനിക്ക്. ഞാൻ അത് കഴിഞ്ഞിട്ട് മൈൻഡ്, എന്നിട്ട് ഞങ്ങൾ 6:30 ആരാധനയ്ക്ക് കൂടെ രാവിലെ കുളിച്ച് ഫ്രഷായി ചെന്ന് കഴിഞ്ഞപ്പോ സ്വാമീനെ കണ്ടു. അന്നേരം സ്വാമി കുറേ സംസാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അനുഭവം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, അതുകൊണ്ടാ അമ്മയോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴും ഈ എന്നെ എന്നിട്ട് ആ രാവിലെ സോഡാ കുപ്പി ഉണ്ടല്ലോ, സോഡാ കുപ്പി, അതിന്റെ അടപ്പ് പൊട്ടാറായി ഇരിക്കുവാണെന്ന് ആ സ്വാമിക്ക് മനസ്സിലായി കണ്ടപ്പോ തന്നെ. അതുകൊണ്ടാണ് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്, അത് പൊട്ടിപ്പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് നിങ്ങള് അത് കഴിഞ്ഞ് സ്വാമീനെ കണ്ടിട്ട് പുറത്തിറങ്ങി നിൽക്കുവട്ടോ. ഗുരുവിനെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ എനിക്ക് ഗുരുവിനെ കാണണം, അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുക. ഞാൻ നിൽക്കുമ്പോ ഈ ചേച്ചി എൻ്റെ കൂടെ ഉണ്ട്. ഈ ചേച്ചി സ്ഥിരം പോണ ആളാണല്ലോ. പക്ഷെ ചേച്ചി എന്നെ വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി പോണ്ട വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ ഞാൻ ചുമ്മാ അവിടെ നിൽക്കണ ഒരാളോട് പറയുക, ഇതെവിടെ ഗുരു ഇരിക്കണത്, എനിക്ക് ഗുരുവിനെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുക. ഞാൻ ഗുരു എവിടെ ഇരിക്കണേ, എനിക്ക് ആ ഗുരുവിനെ ഒന്ന് കാണണം, ഞാൻ ഗുരുവിനെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്ക് അമ്മ എവിടെന്നാ വന്നേന്ന് ചോദിച്ചപ്പോ മൂവാറ്റുപുഴയെന്നാ വന്നേന്ന് പറഞ്ഞു. അമ്മ ആരുടെ കൂടെ വന്നേന്ന്, വേറൊരു ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ, അത് എന്ത് ചെയ്യുന്നു ചോദിച്ചു. അത് അങ്ങോട്ട് മാറി കണ്ടില്ല, പക്ഷെ എനിക്ക് ഗുരുവിനെ കാണണ്ടേന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുവിനെ കാണിച്ചു തരാം, എന്താ അറിയണ്ടേന്ന് വെച്ചാൽ ചോദിച്ചോളാൻ പറഞ്ഞു. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതിന്റെ മറുപടിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ അത് മുഷിഞ്ഞ് നല്ല തിരുമേനി പറഞ്ഞ പോലെ ശരിക്കും ഒരു ഭ്രാന്തന്റെ മാതിരിയുള്ള ആ വേഷം. അപ്പൊ പുള്ളി പറഞ്ഞു എന്നോട് കാണിച്ചു തരാന്ന് പറഞ്ഞു. അമ്മ വെയിറ്റ് ചെയ്യണം, പോകരുതട്ടോ. അപ്പൊ ഒത്തിരിയും ജനങ്ങളാ, ആശ്രമത്തിൽ ഒത്തിരി ജനങ്ങളാ. എന്നെ ഒരു കസേര ചൂണ്ടി കാണിച്ചിട്ട് തന്നു, ഇവിടെ ഇരുന്നോളണോട്ടോ അമ്മ, ഞാൻ പോയി കുളിച്ച് ഡ്രസ്സ് മാറി വന്നിട്ട് ഗുരുവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ എന്നിട്ട് ആ ചേച്ചി വന്നപ്പോ പറഞ്ഞു, ചേച്ചി ഇതേ പോണ കണ്ടോ, അതാ എന്നെ ഗുരുവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ബിന്ദു എന്തിനാ അതിനോട് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനോട് പറയാൻ തോന്നി, ഞാൻ അതിനോട് പറഞ്ഞു. അപ്പൊ ആ തിരുമേനി പറഞ്ഞ സത്യമായില്ലേ, മുഷിഞ്ഞ വേഷമുള്ള ഒരാള് ഗുരുവിനെ കാണിച്ചു തരൂന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഡ്രസ്സ് മാറി വന്നു കഴിഞ്ഞപ്പോ അത്ഭുതമായി പോയി. അവിടുത്തെ സേവ ചെയ്തുകൊണ്ട് നടക്കണ ആളായിരുന്നു അത്. സേവാ പ്രവർത്തനങ്ങൾ, ക്ലീനിങ് ഒക്കെ ചെയ്യണ, അങ്ങനെയാണ് മുഷിഞ്ഞായത്. അത് തന്നെ. അപ്പൊ എന്നിട്ട് കുളിച്ച് റെഡിയായി വന്നു. അന്നേരം ഞങ്ങൾ എന്നിട്ട് ഈ ഗുരുവിന് സമർപ്പിക്കാൻ പഴങ്ങളൊക്കെ, ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുക, എല്ലാവരും അങ്ങനെയാണ്. എന്നിട്ട് അത് കൊണ്ടുപോയാണ് എന്നെ ഗുരുവിനെ കാണിച്ചു തന്നു. ഗുരുവിനെ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോ തന്നെ ഗുരു എന്നെ ഇങ്ങനെ തീക്ഷ്ണമായിട്ടാ നോക്കണേ. നമ്മുടെ തലയും കണ്ണും എല്ലാം തുളച്ച് ഉള്ളിൽ ചെല്ലും ആ നോട്ടം.
അതേ രീതിയിലാണ് നോക്കണേ. അപ്പൊ എന്നിട്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇതെല്ലാം പറയുമ്പോ വൈബ്രേഷൻ വരുവാന്ന് പോസിറ്റീവ് ഇത് വന്നിട്ടേ ഉം. ചേച്ചി എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് എന്നതാ ഇത്, എനിക്ക് അത്ഭുതം ആവുകയാണല്ലോ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു, ഇവിടെ വരുമ്പോ ഇങ്ങനെയാ, എനിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ബിന്ദു എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഗുരു എന്നെ നോക്കിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എനിക്ക് വിഷമായി പോയി. അങ്ങനെ നോക്കിയത് എന്നെ ഒന്ന് ചിരിച്ചു പോലും ഇല്ലല്ലോ എന്നോട്, ഞാൻ ആദ്യമായിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ആ ചേച്ചി പറയാ, ബിന്ദുവിനെ ശരിക്കും ഗുരു നോക്കിയിട്ടുണ്ട്, ബിന്ദുവിനെ ശരിക്കും ഗുരു നോക്കിയിട്ടുണ്ട്, ബിന്ദുവിനെ അതെ. ശരിക്കും ഗുരു സംരക്ഷിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ ബിന്ദുവിലുള്ള കൂടിയേക്കുന്ന നെഗറ്റീവുകളെയാണ് ആ സൂക്ഷിച്ചു നോക്കിയെന്ന് പറഞ്ഞു. എന്നില് കുറെ നെഗറ്റീവുകൾ കയറുന്ന ഈ പോസിറ്റീവ് ഇത് വരുമ്പോ എങ്ങനെ നെഗറ്റീവുകൾ നമ്മളിൽ കയറുന്നു നമ്മളില്. അപ്പൊ അവരെയാണ് അതങ്ങനെ നോക്കിയത്, ബിന്ദുവിനെ അല്ലാട്ടോ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞത് ആ സ്വാമി എങ്ങനെയാ അറിയില്ല. അത് ഞങ്ങൾ പിന്നെ ആ സ്വാമീനെ കാണാൻ ചെന്നപ്പോ എൻ്റെ അടുത്ത് പറയാ, ഭദ്രകാളീനെയൊക്കെ വിളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഗുരു അതിനെയൊക്കെ നോക്കൂലേന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഭദ്രകാളീനെയൊക്കെ വിളിച്ചോണ്ടിരുന്ന ഗുരു പിന്നെ ചിരിച്ചോണ്ട് നോക്കുവോ? ഉം. ഭദ്രകാളീനെ നോക്കണേ എങ്ങനെയാന്ന് ചോദിച്ചത്. ഉം. ശരിയാ. അങ്ങനെ ഭയങ്കര അനുഭവം. അങ്ങനെ ഞാൻ ഒരു വർഷക്കാലം അവിടെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ദേവരായൻ സാറിനെ, അതായത് ഒരു ഡിവൈൻ ടാരോ കാർഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് യാദൃച്ഛികമായിട്ട് ഞാനൊരു യൂട്യൂബിൽ ഒരു ഇത് കാണുക, ടാരോയുടെ ഇത്. അപ്പൊ ഞാനത് നല്ല കേട്ടപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പൊ ഞാനത് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പോ പുള്ളിക്കാരി, അപ്പൊ ഞാനിതിങ്ങനെ തേടുവാണല്ലോ, ഇനി സ്പിരിച്വലാണല്ലോ ഞാൻ എന്റെ ഉള്ളിൽ കിടക്കണത് ഇങ്ങനെ. അപ്പൊ ഇത് ഞാൻ എവിടെ പോയി ഒരു ഗുരുവിനെ കണ്ടെത്തും. അവിടെ ചെന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ആശ്രമത്തിൽ ചെന്നപ്പോഴും എൻ്റെ അടുത്ത് സ്വാമി പറഞ്ഞ, കുടുംബമായിട്ട് സന്യസിക്കും അല്ല വേണ്ടാട്ടോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോഴും എനിക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ പറഞ്ഞു, ഞാൻ കുടുംബത്താണ്, ഇവർക്കാർക്കും എന്നെ വേണ്ടാത്തത് നമ്മുടെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിതെല്ലാം അറിയണം സ്വാമി, എനിക്കിതെല്ലാം അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല അമ്മ, കുടുംബമാ വേണ്ടത്, കുടുംബാട്ടോ ജീവിതം എന്ന് പറഞ്ഞു വിട്ടു. അപ്പോഴും പിന്നെ എനിക്ക് അവിടെ ഒന്നും ചോദിച്ചാൽ അവര് പറഞ്ഞു തരില്ല. അപ്പോഴും ഞാനിങ്ങനെ ഇതെല്ലാം അറിയാനുള്ളൊരു ത്വര എൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പോഴാണ് എനിക്ക് ഈ ഡിവൈൻ ഹീൽ മലയാളം എന്നും പറഞ്ഞുകൊണ്ട് അത് ഈ ദേവരായൻ സാർ അവരെ ഇന്റർവ്യൂ ചെയ്യണത് ഞാൻ കാണുവാട്ടോ. അപ്പൊ അതിൽ അവര് പറയുവാണ്, നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ തുര്യൻ പറഞ്ഞൊരു പുസ്തകമുണ്ട്. ദേവരായൻ സാർ എന്ന് പറഞ്ഞ ഒരു സാറാണ് എനിക്ക് ഇതിന്റെ ഇതെല്ലാം പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവര് ആ നമ്പർ കോണ്ടാക്ട് ചെയ്തോട്ടോ. അപ്പൊ ആ സാറിന്റെ ഇന്ന് പുസ്തകം മേടിച്ചു കഴിഞ്ഞാൽ അറിയാന്ന് പറയുക. അന്നേരം ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ, ഞാൻ സാറിനൊരു ഫീസ് ഒന്നും കൊടുക്കുന്നില്ല, എന്റെ അനുഭവങ്ങൾ ഇതൊക്കെ സാറ്. അപ്പൊ എനിക്കൊരു കാര്യങ്ങൾ ഗൈഡൻസ് പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പൊ സാറ് പറഞ്ഞു, ഞാനുണ്ട് സ്നേഹമായിട്ട് തന്നെ പറയുക. അപ്പൊ എനിക്ക് ആ പുസ്തകം വേണമെന്ന് പറഞ്ഞു. അഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അഡ്രസ്സ് ഇട്ട് കൊടുത്തു. പൈസ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് 3-ാം ദിവസം എനിക്ക് ആ പുസ്തകം കിട്ടി. ഒറ്റ ഇരിപ്പിനിരുന്ന് ഞാൻ അത് അന്ന് തന്നെ ഫുള്ള് വായിച്ചു തീർത്തു. ഒരു മണി 1:30 മണിയൊക്കെ ആയി. അത് ഞാൻ ഒരു 9 മണി വരെ വായിച്ചിട്ട് തീർത്ത. ഫുള്ള് വായിച്ചപ്പോൾ എനിക്കെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. എനിക്ക് എൻ്റെ ശരീരത്ത് വരുന്ന ഓരോ അനുഭവങ്ങളാണ് അതിൽ പറഞ്ഞേക്കുന്ന ഓരോ ചക്രകളും ആക്റ്റീവ് ആകുമ്പോൾ ഉള്ള ഓരോരോ അനുഭവങ്ങൾ എല്ലാം കറക്റ്റ്.